വളരെ ആത്മാർത്ഥമായ ദുഃഖവും അനുശോചനവും പ്രകടിപ്പിക്കുന്നത്. ജനകോടികൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി വളരെ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും നേരിടുന്ന ഒരു കാലത്ത് അദ്ദേഹം ഇടതു വലത് വ്യതിയാനങ്ങളില്ലാതെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ശാസ്ത്രീയ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ നേരെ നയിച്ചു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. 50 വർഷക്കാലമായി അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമുണ്ട്. 1974 അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമ്പോൾ SFI സ്ഥാപിച്ചത് 1970 മുതൽ അതിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന ഞാൻ അന്നും അതിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം പ്രസിഡന്റായി, ഞാൻ ആ സ്ഥാനത്ത് തുടരുകയും 1978 വരെ ഞാൻ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹവുമൊത്ത് പ്രവർത്തിക്കാനും അഖിലേന്ത്യാ കമ്മിറ്റി എനിക്ക് അവസരമുണ്ടായി. ഇത്ര അഗാധമായ വൈജ്ഞാനികമായ അറിവ് അതെല്ലാ വിഷയങ്ങളിലും, മാർക്സിസം ലെനിനിസം, രാഷ്ട്രീയം, ശാസ്ത്രം, കല, സാഹിത്യം, അതുപോലെ തന്നെ മനുഷ്യൻ ആർജിച്ച എല്ലാ വൈജ്ഞാനിക ശാഖകളിലും ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളെപ്പറ്റിയും അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു. ആ അറിവ് പൊതുജനങ്ങളോട് പ്രകാശിപ്പിക്കാനുള്ള അനന്യസാധാരണമായൊരു പ്രതിഭയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ കുറവുള്ള ഒരു കാലത്താണ് അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ അറിവും ആശയവിനിമയത്തിലുള്ള അസാധാരണമായ പ്രതിഭയും കാരണം എടുത്ത് കാണിക്കുന്ന നേതാവായിട്ട് വളർന്നത്. കഴിഞ്ഞ മാസം അദ്ദേഹം ഒരാവശ്യത്തിന് ആലപ്പുഴ വന്നപ്പോൾ സുഖമില്ലാതെ ചികിത്സയിലാണെന്നറിഞ്ഞ് എന്നെ അദ്ദേഹം ഫോണിൽ വിളിക്കുകയും എൻ്റെ ആരോഗ്യത്തെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തു. അത്ര വലിയ അടുപ്പം ഞാനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് അതുപോലെയുള്ള അടുപ്പമാണുള്ളത്. മാർക്സിസം ലെനിനിസത്തെ വലതുപക്ഷ ഇടതുപക്ഷ വ്യതിയാനങ്ങളൊന്നുമില്ലാതെ പാർട്ടിയുടെ പ്രവർത്തന മേഖലയിൽ സന്നിവേശിപ്പിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം കാണിച്ച കഴിവാണ് എടുത്തു പറയേണ്ടതായിട്ടൊരു കാര്യം. നിരവധി പാർട്ടി കോൺഗ്രസുകളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു. അദ്ദേഹം നേതൃത്വ നിലയിലായിരുന്നു, ഞാൻ ഡെലിഗേറ്റ് ആയിരുന്നു. ഏതാണ്ട് ഇപ്പോൾ 24 പാർട്ടി കോൺഗ്രസുകളിൽ 15 പാർട്ടി കോൺഗ്രസ് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിൽ നിരവധി പാർട്ടി കോൺഗ്രസ് അദ്ദേഹം ഉണ്ടായിരുന്നു. മഹാനായ BTR-നും EMS-നും ജ്യോതിബാസുവൊക്കെ അടക്കമുള്ള ആ നേതൃത്വ നിലയിൽ പ്രസിഡീയത്തിലോ വേദിയിലെ നേതൃത്വ നിലയിലോ അദ്ദേഹം ഉണ്ടായിരുന്നു. BTR ആയിരുന്നു അദ്ദേഹം PBയിൽ ഉണ്ടായിരുന്ന കാലത്തെല്ലാം പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണത്. BTR-ന്റെ ശേഷം ആ ചുമതല, രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുന്ന ചുമതല പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരിക്കാണ് ലഭിച്ചത്. അത്രമാത്രം അംഗീകാരം അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിലും പാർട്ടിയിലും രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു കാണിക്കുന്നത്. വലിയൊരു നഷ്ടമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിന് പകരം ഒരാളില്ല എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരാളില്ല, അദ്ദേഹത്തിന് തുല്യനായ ഒരാളില്ല എന്നുള്ളതാണ് സ്ഥിതിയെങ്കിലും പാർട്ടി ഈ നേതൃത്വപരമായിട്ടുള്ള ഈ ശൂന്യതയെ അതിജീവിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതിനെ പറ്റിയ നേതൃത്വത്തെ പോളിറ്റ് ബ്യൂറോ കണ്ടെത്തുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ അനുശോചനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുല്യനായി വിളങ്ങിയ അദ്ദേഹത്തിന്
എക്കാലത്തും ചരിത്രത്തിൽ ഒരു സ്ഥാനം ലഭ്യമായി കഴിഞ്ഞുവെന്ന് അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്.